ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഉപ്പുമാ ഉണ്ടാക്കിയാലോ? ഒരു ബോംബെ യാത്രയിൽ ഞാൻ കഴിച്ച ഒരു വീട്ടിൽ ചെന്നപ്പോൾ കഴിച്ച ഒരു ഉപ്പുമാവാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുണ്ടാക്കി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ശ്രമിക്കാം. അതുപോലെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ബൗള് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേണ്ടുന്നത് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂ, പിന്നെ കുറച്ച് 1 സവോള, കുറച്ച് ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ബീൻസ്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ബട്ടർ, തേങ്ങാപ്പാൽ. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പ് വെച്ചു. പാകത്തിന് എണ്ണ ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഉപയോഗിക്കാം. ഇതാ കുറച്ച് കടുക് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വന്നപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ ഇതാ കുറച്ച് കാഷ്യൂ, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചോ കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നപ്പം നമ്മളത് 3 വറ്റൽമുളക് മുറിച്ചതിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഇടുന്നത് നമ്മുടെ സവോളയാണ്. 1 സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ പാകത്തിന് ഉപ്പിട്ടു. എല്ലാ ഉപ്പുമാവിന് മൊത്തത്തിലുള്ള ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ക്യാരറ്റ്, ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പച്ചമുളക്, ബീൻസ് ഉണ്ടോ, മല്ലിച്ചപ്പ് ഒഴികെ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടു. കുറച്ച് കറിവേപ്പില മുറിച്ചങ്ങ് ഇട്ടേക്കാം. ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ആവട്ടെ. ഈ അടുപ്പയിലേ ഞാൻ കുറച്ച് വെള്ളം, 2 ബൗള് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കാനായിട്ട്. ഇത് ഒന്നായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്തെ നമ്മുടെ റവ എടുത്ത് ഇതിനകത്ത് ഇടണം. ഇത് കണ്ടോ, ഇത് വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്. പക്ഷേ വറുത്തതല്ല നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറുക്കുന്നുണ്ട്. എന്നാലും ഒന്ന് വറുത്ത റവ എടുക്കുന്നതാണ് നല്ലത്, ഒന്നും കൂടെ ടേസ്റ്റ്. ഇതിനകത്ത് കിടന്ന് ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. റവ ഇതിനകത്ത് കിടന്ന് ഒന്ന് റോസ്റ്റ് ആവുമേ. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കും. അങ്ങനെ നമ്മുടെ ഈ റവയുടെയൊക്കെ ഒരു റോസ്റ്റായ മണമൊക്കെ ഇങ്ങനെ വരുവേ. ആ സമയത്ത് നമ്മൾ നമ്മുടെ തിളച്ച് കിടക്കുന്ന വെള്ളം ഇല്ലേ, അതെടുത്ത് ഒഴിക്കണം കേട്ടോ. 2 കപ്പ് വെള്ളമുണ്ട്. ഇതിപ്പം നിങ്ങൾക്കറിയാമല്ലോ ഉപ്പുമാവിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ അളവ്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നമുക്ക് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ ഈ സമയത്ത് ഒഴിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണേ. മൂടി വെച്ച് ചെറു തീയിൽ ഇതൊന്ന് വെന്തോട്ടെ. ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോ കേട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളുപ്പും കൂടെ വേണം.
ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം നമുക്ക് തുറന്നിടും. ഇനി നമുക്കേ ഉപ്പുമാവ് ഒന്ന് തുറന്ന് നോക്കണ്ടേ? ഇതാ ഉപ്പുമാവൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. അതും കുറച്ച് മല്ലിയില. ഇനി ഇതൊന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ടില്ലേ, ഒരു പണിയും കൂടെ ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ കണ്ടോ, എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ ഒന്ന് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ എന്താണേലും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ അതും കൂടെ ആയാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതാ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഒന്നും കൂടെ മൂടി വെച്ച് അവിടെ ഇരിക്കട്ടെ. ഇതാ കണ്ടോ, നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ബട്ടറും നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലായിടത്തും ആയിക്കോട്ടെ. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഉപ്പുമാവ് റെഡി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇതിനകത്ത് ഇപ്പം കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്താണ്? ചെറുനാരങ്ങ നീരാണ് വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചോളൂ. പക്ഷേ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കണ്ടേ നമ്മുടെ ഉപ്പുമാവ്? ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ തിന്നാം. നല്ല രസമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.